കുടുംബത്തിലെ 8 പേര് അബുദാബിയിൽ നിന്നും ദുബൈയിലേക്ക് യാത്ര പോകുന്നു. ഇതിനിടയിൽ പെട്ടെന്നൊരപകടം. സ്വന്തം പൊന്നുമക്കൾ, ജീവിതത്തിലേക്ക് വിടർന്നു വന്നിട്ടില്ലാത്ത ചെറിയ മുട്ടുകൾ, 4 ആൺകുട്ടികളും അവർക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്ന ഒരു ഉമ്മയും അവരുടെ കൂട്ടത്തിൽ മരിച്ചു. ആ 8 പേരിൽ നിന്ന് അവശേഷിക്കുന്നത് ആ വണ്ടി ഡ്രൈവ് ചെയ്തിരുന്ന ഉപ്പയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും. അവരും അതീവമായ ഗുരുതരാവസ്ഥയിലാണ്. ആ മയ്യത്തുകൾ കൊണ്ടുവന്ന് ഖബറടക്കം ചെയ്യാൻ വേണ്ടി, മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി വെക്കുമ്പോൾ വീൽ ചെയറിലേക്ക് കൊണ്ടുവരുന്ന ഉപ്പയും ആംബുലൻസിലേക്ക് എഴുന്നേൽക്കാൻ കഴിയാതെ നിശ്ചലമായ ആ മാതാവും, ഗുരുതരമായ അവസ്ഥയിൽ ഹോസ്പിറ്റൽ ചികിത്സയിൽ കഴിയുന്ന മകളും. ഇത്തരം പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ മകൾ സൈനബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ രോഗബാധിതനായി. അന്ന് ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂല് സ്ഥലത്തില്ലായിരുന്നു. ഒരാളെ പറഞ്ഞയച്ചു, കുട്ടി മരണാസന്നനായി പ്രയാസപ്പെടുന്നുണ്ട്, ഉപ്പയെ വിളിച്ചു കൊണ്ടുവരണം. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ മകളോട് സലാം പറയാനും എന്നിട്ട് ഇപ്രകാരം പറഞ്ഞേൽപ്പിക്കാനും പറഞ്ഞു: ഇന്നലില്ലാഹി മാ അഖദ, അള്ളാഹു നൽകിയതെന്താണോ അവനത് തിരിച്ചെടുക്കുകയും, വലഹു മാ അഅ്ത വകുല്ല ഷൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ, ഓരോ മനുഷ്യർക്കും അള്ളാഹു ഒരു അജലും മുസമ്മ, ഒരു നിശ്ചിതമായ ഒരു കാലം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മോളോട് പറയുക, ഫൽ തസ്ബിർ, മോളെ നീ ക്ഷമിക്കുകയും, വൽ തഹ്തസിബ്, നീ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാക്ഷിക്കുകയും ചെയ്യുക. ഇത് പറഞ്ഞയച്ചപ്പോൾ വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞു, ഇല്ല, എൻ്റെ ഉപ്പച്ചിയെ വിളിച്ചു കൊണ്ടുവരണം, വന്നേ പറ്റൂ എന്ന് പറയുക. അള്ളാഹുവിൻ്റെ റസൂല് ആ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹയുടെ ആ മകൻ വല്ലാത്തൊരവസ്ഥയിൽ, ഹദീസിൽ കാണാം, വനഫ്സഹു തഖഅതഹു, ആ ആത്മാവ് കിടുകിടാ വിറയ്ക്കുന്നുണ്ട്. വഫാലത്ത് ഐനാഹു, പ്രവാചകൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ